നിയമത്തിൽ നിന്നും മനോഹരമായ ഒരു ഉപമ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് വർത്തമാനകാലത്തെ ചില സംഭവങ്ങളെ കോർത്തിണക്കി CSI പരശുവയ്ക്കൽ സഭയിലെ യങ് ഫാമിലി ഫെലോഷിപ്പ് വനിതകൾ അവതരിപ്പിക്കുന്ന 10 കന്യകമാർ. അതെ, പെട്ടെന്ന് വാ. നമ്മൾ താമസിച്ചു പോയോ? ഇവിടെ വേറെ ആരെയും കാണുന്നില്ലല്ലോ. അതാണ് എന്റെയും സംശയം. മണവാളൻ വന്നെന്നാ തോന്നുന്നത്. ഇതാണോ നിങ്ങളുടെ വിശ്വാസം? മണവാളൻ പറഞ്ഞിട്ടില്ലേ അല്പവിശ്വാസികളായിരിക്കരുതെന്ന്? നമ്മൾ എത്ര പ്രാർത്ഥിച്ചു, നോമ്പു നോറ്റു, വിശുദ്ധ ജീവിതം നയിച്ചു. നമ്മൾ അവിടുത്തെ ഇഷ്ടത്തിനൊത്തു മാത്രമല്ലേ ജീവിച്ചത്? അതൊക്കെ അവിടുന്ന് കാണാതിരിക്കയില്ല. ഇനി കുറച്ചു പേർ കൂടി വരാനുണ്ടല്ലോ. അവർ ഇനി വരാതിരിക്കുമോ? അതോ അവർ നമുക്ക് മുൻപേ മണിയറയിൽ പ്രവേശിച്ചു കാണുമോ? ഇല്ല, ഒരിക്കലുമില്ല. സമയമാകുന്നതേ ഉള്ളു. ധൈര്യമായിരിപ്പീൻ. വരൂ, നമുക്ക് വിളക്കിലെ തിരി താഴ്ത്തി വെച്ച് പ്രിയനെ കാത്തിരിക്കാം. അല്ലെങ്കിൽ അവൻ വരുമ്പോൾ വിളക്കിലെ എണ്ണയെല്ലാം തീർന്നു നാം നിരാശരാകേണ്ടി വരും. ഉറക്കം വരാതിരിപ്പാൻ നമുക്ക് പ്രിയൻ വരുന്നതുവരെ അവനെ പാടി സ്തുതിക്കാം. ആരും വന്നില്ലേ? ഞാനോർത്ത് എല്ലാരും വന്നെന്ന്. നീ എന്താടി താമസിച്ചത്? ഓ, ഒന്നും പറയണ്ട. എന്തൊരു ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു. അല്ല, നമ്മുടെ ഫ്രണ്ട്സിനെ ഒന്നും കാണുന്നില്ലല്ലോ. എന്തു പറ്റി? നിങ്ങൾ എന്താ വരാൻ താമസിച്ചത്? ഓ, ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങിയപ്പോ താമസിച്ചു പോയി. ആഹാ, ഭക്തരെല്ലാം നേരത്തെ എത്തിയിട്ടുണ്ടല്ലോ. അവരുടെ പ്രാർത്ഥന കൊണ്ടാണ് മണവാളൻ വരുമെന്ന് സമ്മതിച്ചതെന്നാണ് അവരുടെ ഒരു വിചാരം. അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ മണവാളൻ വരുമെന്നതിന് എന്താ ഉറപ്പ്? നമ്മൾ ഒരുങ്ങി വന്നതൊക്കെ വെറുതെ ആകുമോ? ഇനി മണവാളൻ വരാതിരിക്കുമോ? ഇത്രയും ലേറ്റ് ആകുമായിരുന്നെങ്കിൽ ഞാനും ഫ്രണ്ട്സും കൂടി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് KFC ഒക്കെ കഴിച്ച് പതിയെ വന്നാൽ മതിയായിരുന്നല്ലോ. എന്തായാലും ഒരുങ്ങി വന്നതല്ലേ, നമുക്ക് ഒരു സെൽഫി എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടാലോ? എൻ്റെ ബ്രദർ UK-യിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന ലേറ്റസ്റ്റ് മോഡൽ ഫോണാണ്. ഇതിൽ ഫോട്ടോ എടുക്കുമ്പോൾ എന്നാ ക്ലാരിറ്റിയാണെന്ന് അറിയാമോ? എല്ലാവരും ഒന്ന് പോസ്റ്റ് ചെയ്തേ, ഒരു സെൽഫി എടുക്കാം. ഓ, പിന്നെ ഇതൊക്കെ ഇവിടെ ചവറ് പോലെ കിട്ടുന്ന സാധനമാ. അവളുടെ ഒരു പൊങ്ങച്ചം. സഹോദരിമാരെ, നമുക്ക് കുറച്ചു സമയം വേദപുസ്തകം വായിക്കാം. വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 40 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ. അന്ന് 2 പേർ വയലിലിരിക്കും. ഒരുത്തനെ കൈക്കൊള്ളും, മറ്റവനെ ഉപേക്ഷിക്കും. 2 പേർ ഒരു തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും. ഒരുത്തിയെ കൈക്കൊള്ളും, മറ്റവളെ ഉപേക്ഷിക്കും. നിങ്ങളുടെ കർത്താവ് ഏതു ദിവസത്തിൽ വരുന്നുവെന്ന് നിങ്ങൾ അറിയായക കൊണ്ട് ഉണർന്നിരിപ്പിൻ. കള്ളൻ വരുന്ന യാമം
ഇന്നതെന്ന് വീട്ടുടയവൻ അറിഞ്ഞുവെങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും തന്റെ വീട് തുറക്കുവാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യുമെന്ന് അറിയുന്നുവല്ലോ. അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നതുകൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പീൻ. വല്ലാത്ത ക്ഷീണം, എനിക്ക് ഉറക്കം വരുന്നു. ഓ എനിക്കും. എങ്കിൽ വാ, നമുക്ക് ഉറങ്ങാം. ആ മണവാളൻ വരുമ്പോൾ നമുക്ക് എണീക്കാമെന്നേ. മണവാളൻ വരുമ്പോൾ ഞങ്ങളെയും കൂടി ഉണർത്തണേ. യജമാനൻ വരുന്നുവെന്ന് തോന്നുന്നു. നമുക്ക് എഴുന്നേറ്റ് തിരി കത്തിച്ച് അവനെ എതിരേൽക്കാം. എഴുന്നേൽക്കൂ, യജമാനൻ വരുന്നു. നിങ്ങളുടെ വിളക്കുകൾ കത്തിക്കുവേൻ. വാ വാ, നമുക്ക് വിളക്ക് കത്തിക്കാം. അയ്യോ, വിളക്കും തീപ്പെട്ടിയുണ്ട്, പക്ഷെ എണ്ണ എടുത്തില്ലല്ലോ. ഞാൻ മറന്നുപോയി. ഞാനും മറന്നു, വിളക്കിൽ എണ്ണ കാണുമെന്ന് കരുതി. ഇനി എന്തു ചെയ്യും? നമുക്ക് അവരോട് ചോദിച്ചാലോ? അതെ, ഞങ്ങൾക്കും കൂടി കുറച്ച് എണ്ണ തരാമോ? ഞങ്ങൾ എടുക്കുവാൻ മറന്നുപോയി. അതെ, അത് കന്യകമാരെ, ഞങ്ങളോട് തെല്ലും പരിഭവം തോന്നരുത്. ഇതിൽ നിന്ന് കുറച്ചെണ്ണ നിങ്ങൾ കൂടി തന്നാൽ ഞങ്ങൾക്കും നിങ്ങൾക്കും അത് തികയാതെ വരും. അതുകൊണ്ട് നിങ്ങൾ വിൽക്കുന്നവരുടെ അടുക്കൽ പോയി വാങ്ങിക്കൊള്ളൂ. ഞാൻ അപ്പോഴേ പറഞ്ഞതാ അവരോട് ചോദിക്കേണ്ടെന്ന്. ഒന്നാം തരം വെളിച്ചെണ്ണ കടയിൽ കിട്ടും. നമുക്ക് പെട്ടെന്ന് പോയി വാങ്ങിയിട്ട് വരാം. അല്ലെങ്കിൽ ആർക്കു വേണം ഇവരുടെ എണ്ണ? എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ. ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കി വച്ചിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവിൻ. നിങ്ങളെല്ലാവരും എന്റെ വരവിനായി വിളക്കിൽ എണ്ണയുമായി കാത്തിരിക്കുന്നു. വരുവിൻ, നിങ്ങൾക്കായി ഒരുക്കിയിട്ടിരിക്കുന്ന മണിയറയിൽ നമുക്ക് പ്രവേശിക്കാം. അയ്യോ, ഇവിടെ എങ്ങും ആരുമില്ലല്ലോ. കർത്താവ് വന്നിട്ട് പോയോ? ഇനി നമ്മൾ എന്ത് ചെയ്യും? ഞാൻ അന്നേരമേ പറഞ്ഞതാണ് എണ്ണയൊക്കെ നേരത്തെ കരുതി വെക്കണമെന്ന്. കർത്താവേ, ഞങ്ങൾ എണ്ണയുമായി വന്നു. കതക് തുറക്കണമേ. ഞാൻ നിന്നെ അറിയുന്നില്ല. കർത്താവേ, ഞാൻ എല്ലാ ആഴ്ചയിലും പള്ളിയിൽ വരുന്നതും തിരുവത്താഴം അനുഭവിക്കുന്നതും അങ്ങ് കാണുന്നില്ലേ? ഇല്ല, ഞാൻ നിന്നെ അറിയുന്നില്ല. കർത്താവിന് എന്നെ അറിയില്ല? നീ വന്നേ. നമ്മൾ എൻ ഫാമിലിയിലെ കമ്മിറ്റി അംഗങ്ങളായതുകൊണ്ട് ചിലപ്പോൾ നമ്മളെ അറിയുമായിരിക്കും. കർത്താവെ, ഞങ്ങൾ CSA പരിശോക്കൽ പള്ളിയിലെ യങ് ഫാമിലി ഫെലോഷിപ്പ് സെക്രട്ടറിയും അക്കൗണ്ടന്റുമാണ്. ഞങ്ങൾക്ക് വേണ്ടി വാതിൽ തുറക്കണമേ. നിങ്ങളുടെ പരിശോധിക്കൽ സഭയെ ഞാൻ അറിയും. അവിടുത്തെ പോളച്ചനെയും സുമനച്ചനെയും ഞാൻ അറിയും. പക്ഷേ നിങ്ങളെ ഞാൻ അറിയുന്നില്ല. ഓ, കർത്താവിന് നമ്മളെയും അറിയില്ല. കർത്താവേ, കർത്താവേ, ഞാൻ പെരുവള വീട്ടിലെ സലോമിയാണ്. കർത്താവിന് എന്നെ അറിയാം. ഞാൻ ജനിച്ചതും വളർന്നതും CSA ആയിട്ടാ. എൻ്റെ അപ്പച്ചൻ കൊടുത്ത സ്ഥലത്താണ് CSA പള്ളി വച്ചിരിക്കുന്നത്. എന്നിട്ടും കർത്താവിനെ എന്നെ മനസ്സിലായില്ല അല്ലേ? എനിക്ക് നിന്റെ മാതാപിതാക്കളെ അറിയാം. പക്ഷേ സത്യമായി ഞാൻ നിന്നെ അറിയുന്നില്ല. ഓ, CSA ആയിട്ടും ഒരു കാര്യവുമില്ല. കർത്താവിന് എന്നെയും അറിയില്ല.
കർത്താവെ, അങ്ങേക്ക് എന്നെ അറിയാം. ഞാൻ പുവർ ഫണ്ടിന്റെ പ്രസിഡന്റ് അനാമയാണ്. ഞാൻ പള്ളിക്ക് വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ട വ്യക്തിയാണ്. എല്ലാ ആരാധനയിലും ഞാൻ പങ്കെടുക്കാറുണ്ട്. എനിക്കായി വാതിൽ തുറക്കണമേ. ഞാൻ നിന്നെ അറിയുന്നില്ല. ഞാൻ നിത്യവും വചനം വായിക്കുകയും അത് സോഷ്യൽ മീഡിയ വഴി മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ടും കർത്താവിന് എന്നെ അറിയില്ലേ? കർത്താവെ, ഉപേക്ഷിക്കരുതേ. എന്നെ കൂടി കൊണ്ടുപോകണമേ. കർത്താവെ, പ്ലീസ്. നീ അനേകം കാര്യങ്ങളിൽ വ്യാപൃതയായി. എന്നാൽ വേണ്ട കാര്യം മാത്രം നീ അന്വേഷിച്ചില്ല. നീ മനുഷ്യരുടെ മുൻപിൽ വിശുദ്ധ എന്ന് നടിക്കുവാൻ വേണ്ടി പല കാര്യങ്ങൾ കാട്ടിക്കൂട്ടി. എന്നാൽ ഹൃദയം കൊണ്ട് നീ ഒരിക്കലും എന്നെ അന്വേഷിച്ചില്ല. ഇല്ല, ഞാൻ നിന്നെ സ്വീകരിക്കുകയില്ല. കടന്നു പോകൂ. ഞാൻ നിങ്ങളെ ആരെയും അറിയുന്നില്ല. ഇനി ഞാൻ എങ്ങനെ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കും? വരൂ, നമുക്ക് പോകാം. നിൽക്കൂ. നിങ്ങൾ ഇതുവരെ എവിടെയായിരുന്നു? മറ്റു കന്യകമാരോടൊപ്പം അല്ലേ ഞാൻ നിങ്ങളെ വിരുന്നിന് ക്ഷണിച്ചത്? നിങ്ങൾ എന്തുകൊണ്ട് അവരെ പോലെ വിവേകത്തോടെ എണ്ണ കരുതിയില്ല? ആകയാൽ ഈ ദിവസവും നാഴികയും നിങ്ങൾ അറിഞ്ഞുകൂടായാൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. ദൈവമേ, ഞങ്ങളോട് കരുണ തോന്നണമേ. എൻ്റെ ദൈവമേ, ഞങ്ങളുടെ തെറ്റുകൾ പുറത്ത് അങ്ങയുടെ രാജ്യത്തിൽ ഞങ്ങളെയും ചേർക്കണമേ. അഹന്തയും സ്വാർത്ഥതയും അമിതമായ ദ്രവ്യാഗ്രഹവും ഞങ്ങളിൽ നിന്നും മാറ്റണമേ. ദൈവമേ, ധൂർത്തും ആർഭാടവും ജഡീക മോഹങ്ങളും ഞങ്ങളിൽ നിന്നും ഇല്ലാതാക്കണമേ. അങ്ങനെ നിന്റെ രാജ്യത്തിന് ഞങ്ങളെയും അവകാശികളാക്കണമേ. ലോകത്തിന്റെ മായാവലയത്തിൽ അകപ്പെട്ട് ഭൗതിക സുഖങ്ങൾ തേടി അലയുമ്പോൾ അനുതാപത്തോടെ ദൈവത്തിൽ അഭയം പ്രാപിപ്പാൻ ഓരോ വിളിക്കുമായി നമുക്ക് കാതോർക്കാം. നമ്മുടെ പാരമ്പര്യമോ സമ്പത്തോ പ്രശസ്തിയോ ഒന്നും സ്വർഗരാജ്യം അവകാശമാക്കാനുള്ള യോഗ്യതകളല്ല. സാത്താന്റെ പ്രലോഭനങ്ങളിൽ അകപ്പെടാതെ ജാഗരൂകരായിരിക്കുവേ. നമുക്ക് ദൈവസന്നിധിയിൽ താഴ്മയോടെ പ്രാർത്ഥിച്ചും വിശുദ്ധ ജീവിതം നയിച്ചും കർത്താവിന്റെ രണ്ടാമത്തെ വരവിനായി കാത്തിരിക്കാം. കാരുണ്യവാനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.